നീ എന്ത് പണിയാണോ കാണിച്ചെവിടാ? എന്താ പ്രശ്നം? ഇവിടെ കല്ല് വെച്ചൊന്നും നീ കാണുന്നില്ലടോ. എന്തിനാ കല്ല് വെച്ചേ? കല്ല് വെച്ച് എന്തിനാന്നോ? വണ്ടി തിരിക്കാതിരിക്കാൻ തന്നെയാ കല്ല് വെച്ച്. വണ്ടി തിരിച്ചാ എന്താ കുഴപ്പം? എടോ ഇവിടെ കുഴിഞ്ഞു പോവും, എന്റെ മണ്ണ് ഒലിച്ചു പോവും. എന്റെ ടയർമിലെ എന്റെ മണ്ണാ പറ്റുന്നത്. എന്റെ സുഹൃത്തെ, നിങ്ങൾ ഈ ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ കണ്ടിട്ടില്ലേ? എത്രയെത്ര വീടുകളാ മണ്ണോടുകൂടി ഒലിച്ചു പോയത്, എത്രയെത്ര കുടുംബങ്ങളാ മണ്ണിനടിയിൽ അകപ്പെട്ടതെന്നറിയോ? ചൂരൽമലയിൽ സംഭവിച്ചെന്താണോ ഞാൻ കാരണാണോ? എനിക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല, എനിക്ക് എന്റെ കാര്യം നോക്കിയാൽ മതി. ഇതൊക്കെയാ നിങ്ങളെ പ്രശ്നം. എന്റെ ഏട്ടാ, തലയിലൊരു തേങ്ങ വീണാ മതി, കാലൊന്ന് വെച്ചു കുത്തിയാ മതി. ഇപ്പൊ എങ്ങനെയുണ്ട്? വേഗ കല്ലെടുത്ത് മാറ്റിക്കോ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത തേങ്ങയുടെ തലയെ തന്നെ വീഴും. ഞാനിപ്പോ നായരെ വീട്ടിൽ നിന്നാണ് വണ്ടി തിരിച്ചത്. എന്റെ മോനെ എന്നെ കൊണ്ടാവൂല പ്രശാന്തേ. ആയിക്കോട്ടെ ഞാൻ നോക്കാം, എന്നാ പോവാ. എന്താന്നേ കുന്തം പോലെ നിക്കുന്നേ? നീ ഒന്ന് ചിലക്കാണ്ട് പോണ്ടോ? ഇപ്പൊ എന്നോടായോ? ആരെങ്കിലും പണ്ട് തിരിച്ചു പോയിക്കോട്ടെന്ന് കരുതിയാ മതി. ഓരോരുത്തന്മാരെ മേത്ത് വാങ്ങി വരാൻ വേണ്ടി കല്ല് വെച്ച് കാത്തു കുത്തിരിക്കും. കല്ലൊക്കെ എടുത്ത് മാറ്റിയോ? എന്ത് പറ്റി? നിങ്ങൾ വരുമ്പോഴേ ആ തേങ്ങയും എടുത്തോളൂ അടി. ഒറ്റ തേങ്ങയും വെക്കാണ്ട് എല്ലാം എടുത്ത് കൊണ്ടുപോയി വിറ്റ് പൈസയാക്കി വെക്കൂ. മുളക് അരച്ച കറി കൂട്ടി നിക്കും മക്കൾക്ക് ചോര തൂറി മതിയായി. അല്ലടോ, അതാരാണ് പോയേ? എന്റെ വീട്ടിലെന്തേനും മൂപ്പറ്? എവിടെയോ കണ്ട് പരിചയമുണ്ട് മൂപ്പറ. ഒരു സിനിമയിലായിട്ടുണ്ടോ? അത് നിങ്ങൾ അറിയില്ല. അല്ല, എന്തായാലും പ്രശ്നം? മോനെ ഒന്നും പറയണ്ട, ഇവിടെ നേരെ ആളും വണ്ടി തിരിച്ചിട്ടുണ്ട്. പക്ഷെ ഇയാളെന്തോ ചൈതന്യുള്ള ആളാട്ടോ. വണ്ടി തന്നാട്ടോ. ഇനി ഒന്ന് അയാളെ വിളിച്ചു നോക്ക്, ഈ തേങ്ങ അരച്ച കറി കൂട്ടാൻ പറ്റുമോന്ന്. ഏതായാലും നിങ്ങൾ കൂട്ടാൻ നിൽക്കണ്ട, പെണ്ണുങ്ങളും കുട്ടികളും കൂട്ടിക്കോട്ടെ. ചോര തൂറി ചാകട്ടെ പണ്ടാരോ.